ബിനോയ് വിശ്വം തുടരും എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ ന്യൂസ് മലയാളം ബ്രേക്ക് ചെയ്യുന്നത്. പ്രേക്ഷകരിലേക്ക് ആദ്യമായി ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി സംസ്ഥാന സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. തീരുമാനം ഏകകണ്ഠമായി എന്നാണ് മഹേഷ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മഹേഷ്, ബിനോയ് വിശ്വം സിപിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ഇപ്പോൾ പുതിയ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നു. ആ യോഗം ഏകകണ്ഠമായി ബിനോയ് വിശ്വത്തിന്റെ പേര് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ബിനോയ് വിശ്വം സമ്മേളനം തെരഞ്ഞെടുക്കുന്ന സെക്രട്ടറിയായി മാറിയിരിക്കുന്നു. CPIയുടെ മുൻപ് കാനൻ രാജേന്ദ്രൻ അന്തരിച്ചപ്പോഴാണ് ആ ചുമതലയിലേക്ക്, സെക്രട്ടറി ചുമതലയിലേക്ക് ബിനോയ് വിശ്വം വന്നത്. ഈ വാർത്ത നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബിനോയ് വിശ്വം തുടരുമെന്ന്. അത് ശരിവെക്കുന്ന നേരത്തെ തന്നെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന കൗൺസിലിന്റെ പുതിയ കമ്മിറ്റി യോഗം ചേരുകയും ആ യോഗത്തിൽ ഏകകണ്ഠമായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. 103 അംഗ കൗൺസിലിനെയാണ് ഇത്തവണ തെരഞ്ഞെടുക്കുന്നത്. നേരത്തെ 100 അംഗ കൗൺസിലായിരുന്നു ഉണ്ടായിരുന്നത്. 10 പേരെയാണ് ക്ഷണിതാക്കളായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിനിൽ, മഹേഷ് നോക്കൂ, പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പാർട്ടി തന്നെ പറഞ്ഞത് CPI നിലനിൽക്കുന്നതിൻ്റെ പ്രസക്തി നിലനിർത്തുക എന്നുള്ളത് പാർട്ടിയുടെ തന്നെ ആവശ്യമായി. അതിനെ ഒരു പ്രധാനപ്പെട്ട നയമായി മുന്നിൽ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണല്ലോ പ്രതിനിധി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് D രാജ ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ വീണ്ടും പാർട്ടിയുടെ ചുമതല ബിനോയ് വിശ്വത്തിലേക്ക് വരുമ്പോൾ ഇനി പാർട്ടി ഈ സമ്മേളനത്തിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം, അതെല്ലാം എന്തെല്ലാമാണ്? ബിനിൽ, CPIയിലെ വിഭാഗീയത പലതരത്തിലായിരുന്നു. ആ വിഭാഗികൾക്ക് അപ്പുറത്തേക്ക്, വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്ന സാഹചര്യം ഉണ്ടായതും ആ ഘട്ടത്തിലാണ്. കാരണം ബിനോയ് വിശ്വത്തിനെ ദേശീയ സെക്രട്ടറിയായിട്ട്, ജനറൽ സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കണമെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നേരത്തെ ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ പോലും ഈ തട്ടകം വിട്ടുപോകാൻ താൻ തയ്യാറുള്ള നിലപാട് തന്നെയാണ് ബിനോയ് വിശ്വം എടുത്തത്. എന്തായാലും ബിനോയ് വിശ്വത്തെ എതിർത്തിരുന്ന ആളുകൾക്ക് പോലും തുറന്നെതിർക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഈ സംസ്ഥാന കൗൺസിൽ യോഗത്തിലുണ്ടായ കാര്യങ്ങൾ. അവിടെ സംസ്ഥാന കൗൺസിൽ ഏകകണ്ഠമായി തന്നെ ബിനോയ് വിശ്വത്തെ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ബിനോയ് വിശ്വത്തെ പോലെ ഒരു തലയെടുപ്പുള്ള നേതാവ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഉണ്ടാകണം, CPIക്ക് ഉണ്ടാകണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്. ചെറിയ തോതിൽ വിമർശനങ്ങൾ മാത്രമേ ബിനോയ് വിശ്വത്തിനെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായുള്ളൂ എന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റി പറയുന്ന തരത്തിലേക്കുള്ള, രാവിലെ പറയുന്ന നിലപാടല്ല ഉച്ചയ്ക്ക് പറയുന്ന, വൈകിട്ട് മാറ്റി പറയുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും ഉണ്ടായതാണ്. അത് ഇവിടെ കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധി ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നയിച്ചു എങ്കിൽ കൂടിയും അവർക്ക് ബിനോയ് വിശ്വത്തിന് അപ്പുറത്തേക്ക് ഒരു നേതാവിനെ നിർദ്ദേശിക്കാൻ തരത്തിലുള്ള സാഹചര്യം CPIക്ക് ഇപ്പോഴില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിനെയാണ് CPI ഇത്തരത്തിലേക്ക് ബിനോയ് വിശ്വത്തിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിലൊക്കെ നയിക്കാൻ 4 പേർ അറിയുന്ന ഒരു മുഖം തന്നെ വേണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങൾ, മറ്റു വിമർശനങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ബിനോയ് വിശ്വത്തെ ഏകകണ്ഠമായി CPI ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബിനിൽ, മഹേഷ്, ഈ സംസ്ഥാന കൗൺസിൽ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാന കൗൺസിലിൽ ചില വെട്ടിനിരത്തലുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിൽ ചില പ്രതികരണങ്ങൾ, വളരെ ഗുരുതരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ നടത്തുകയും ചെയ്തിരുന്നു.